ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീക്ക്ലി അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവില് നിഫ്റ്റി 50യുടെ ക്ലോസിംഗ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിഫ്റ്റി 50 കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് 24,176.15 എന്ന ലെവലിലാണ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. ബൈസെൽ വാല്യൂ വന്നത് 24,176.15, നെഗറ്റീവ് 150.50 പോയിന്റ്സ് ഡൗൺവേർഡ് മൂവ്മെന്റ്സ്, നെഗറ്റീവ് 0.62% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഓക്കെ, ഇത് ഇൻട്രാഡേയിൽ നടന്ന കാര്യം. പക്ഷെ നമ്മളിപ്പോ വീക്ക്ലിയിൽ ചെയ്യാൻ നേരത്ത് നമുക്ക് നോക്കേണ്ടത് രണ്ട് ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഫ്രൈഡേയും അതിന്റെ മുമ്പത്തെ തേഴ്സ്ഡേയും നിഫ്റ്റി സൈഡ് വേസ് മൂവ്മെന്റ് ആണ് കൂടുതൽ നടത്തിയത്. നമുക്കറിയാം, തേഴ്സ്ഡേ വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ 0.9% മൂവ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല 9 പോയിന്റ്സ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നടത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി നോക്കേണ്ട ഇമ്പോർട്ടന്റ് റേഞ്ച് എന്ന് പറയുന്നത് 23,800 ടു 24,600 എന്ന് പറഞ്ഞ റേഞ്ച് ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 23,800 ടു 24,600. ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഞ്ച് ആണ്. കാര്യം ഈ ഒരു ലെവലിലാണ് ഇപ്പൊ നിഫ്റ്റി ട്രേഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് നടക്കണം. അതായത് ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് നടന്നാലേ നമുക്ക് നിഫ്റ്റിയുടെ ഫെർദർ അപ്സൈഡ് മൂവ്മെന്റ് ആണെങ്കിൽ അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവല് 23,800. താഴത്തോട്ടാണെങ്കിൽ 23,800 അത് വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. 24,600 അത് വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ്. അത് മാത്രമല്ല, മറന്നു പോണ്ട, വീക്ക്ലിയിലായതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഇപ്പൊ മാർക്കറ്റ് ഇൻട്രാഡേയിലാണെങ്കിൽ ഞാൻ വേറെ പറയാം. അതായത് ഇവിടെ താഴെ ഇത്രയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്കറിയാം, ഈ ഗ്യാപ്പ് നേരത്തെ ഫോം ചെയ്ത ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 300 ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 370 പോയിന്റ്സ് വരുന്നുണ്ട്. 370 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പാണ്. അപ്പോൾ മാർക്കറ്റ് ഈ 23,800 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തോട്ട് മൂവ്മെന്റ് നടത്തുന്നതായിരിക്കും. ഈ 23,800 വരുന്നത് ഈ ഒരു ലെവലാണ് കേട്ടോ. ഞാൻ ഒന്നും കൂടി എഴുതിയേക്കാം. 23,800 ഞാനിപ്പോ എഴുതിയേക്കുന്ന സോണിന്റെ വാല്യൂസ് ആണ് എഴുതുന്നത്. പിന്നെ വരുന്നത് 24,600. രണ്ട് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടതാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മളുടെ ഇന്ത്യ വിക്സ് എടുത്തു നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ വിക്സ് 16.84 ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 15ന്റെ മുകളിലായാൽ വോളറ്റിലിറ്റി കൂടുതലായിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയൊക്കെ 17ഉം 18ഉം ഒക്കെ ആയിരുന്നു ഇന്ത്യ വിക്സ്. അത് വെച്ച് നോക്കാൻ നേരത്തെ ഇപ്പൊ 16.84 ആയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇന്ത്യ വിക്സ് കുറയുമ്പോൾ നമുക്ക് മാർക്കറ്റില് വോളറ്റിലിറ്റിയുടെ ആ ഒരു ഇന്റൻസിറ്റി, ആ ഒരു തീവ്രത കുറയുന്നതായിരിക്കും. ആ ഒരു പ്രഷറൈസിങ് കുറയുന്നതായിരിക്കും. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് മാർക്കറ്റ് ഏത് സൈഡിലോട്ടും ആയിക്കോട്ടെ, മുകളിലോട്ടും ആയിക്കോട്ടെ താഴത്തോട്ടും ആയിക്കോട്ടെ, നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യും. അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 24,600 ഞാൻ പറഞ്ഞു വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,000 ആയിരിക്കും. വീക്ക്ലി റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്റെ ഫസ്റ്റ് കണ്ടീഷൻ ഈ സൈഡ് വേസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് 24,600 ബ്രേക്ക് ഔട്ട് ആണ്. 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക. അപ്പോൾ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഒരു കാര്യം കാണിക്കാനുള്ളത്, നമ്മുടെ മാർക്കറ്റിൽ അത്രയൊക്കെ ഇൻഫ്ലുവൻസ് ഇല്ല, എന്നാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസ് ആണ്. അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എൻക്വയറിംഗ് 30,000 crore ലോസ് പെർ മന്ത് ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ LPG ഒഫീഷ്യൽ. അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് ഉണ്ടായേക്കുന്ന ലോസ് എന്ന് പറയുന്നത് 30,000 crore ലോസ് ആണ് പെർ മന്ത് ഓൺ പെട്രോളില്. ഈ വാറിന്റെ ബാക്കി എല്ലാത്തിന്റെയും ഇൻഫ്ലുവൻസ് കാരണമാണ്. അപ്പോൾ അത് മാത്രമല്ല, റുപ്പി ഫോൾസ് 25 പൈസ, ക്ലോസ് അറ്റ് 94.47 അഗെയിൻസ്റ്റ് US$. അതും വളരെ, നമ്മുടെ റുപ്പി 25 പൈസ ക്ലോസ് അറ്റ് 94.47 എന്ന വാല്യൂയിലാണ് എഗെയിൻസ്റ്റ് US$ന്റെ എഗെയിൻസ്റ്റ് ക്ലോസ് ആയേക്കണം. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ന്യൂസ് ആണ്. മാർക്കറ്റിൽ ഇത് എഫക്റ്റ് ആകാൻ പോണില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയില് പ്രത്യേകിച്ച് ഗ്യാപ്പ് നമ്മൾ മറന്നു പോകരുത്. ഈ ഗ്യാപ്പ് ഏകദേശം 1,500 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. അതിപ്പോൾ കുറച്ച്
ഒരു ചെറിയ എന്താ പറയുക, വളരെ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഒരിത്തിരി താഴെ ഏകദേശം മെയ് 5th മെയില് ഇത്തിരി താഴത്തോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗ്യാപ്പ് സ്ലോലിയേ ക്ലോസ് ആവുള്ളൂ. ബാക്കി 1500 റൗണ്ടപ്പ് ആയിട്ടാണ് എടുക്കണം. 1500 പോയിന്റ്സ് ഉണ്ട് ഗ്യാപ്പ് ഇനി ഫില്ല് ചെയ്യാൻ. അതും കൂടി ശ്രദ്ധിക്കണം മാർക്കറ്റ് താഴത്തോട്ട് വരുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാനുള്ള വീക്ക്ലി സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 54,000 ആയിരിക്കും. കാര്യം ഈ 54,000 ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ നമുക്ക് പിന്നെയും ഗ്യാപ്പ് താഴത്തോട്ട് ഫില്ലാകാൻ തുടങ്ങും. അത് നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. അത് വളരെ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇൻട്രാഡേയിലാണെങ്കിലും 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്ത് വേണം മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ. പിന്നെ ഇവിടെ കാണേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് ഒരു എം പാറ്റേൺ ഫോർമേഷൻ പോലെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഫോർമേഷൻ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ ഈ എം പാറ്റേണിന്റെ ആക്ടിവേഷൻ ലെവലും കൂടിയാണ് ഈ 54,000 എന്നുള്ള ലെവല്. അതുകൊണ്ട് ഇൻട്രാഡേയിൽ പ്രത്യേകിച്ച് എടുത്തു നോക്കാൻ നേരത്ത് 1 അവർ ടൈം ഫ്രെയിമില് 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കാം. ഇവിടെ ആ ഒരു സമയത്ത് ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ, ഒരു ഇൻവേർട്ടഡ് ഹാമർ ഒക്കെ വന്ന് താഴത്തോട്ട് മൂവ് ചെയ്യണമെങ്കിൽ, ഈ ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഈ എം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, നല്ലൊരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് നമ്മുടെ എം പാറ്റേണിന്റെ ഈ ഒരു നമ്മുടെ ലെഫ്റ്റ് ഷോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ലെഫ്റ്റ് ഷോൾഡറിൽ നമുക്ക് നോക്കാനുള്ള മെയിൻ ലെവൽ എന്ന് പറയുന്നത് 57,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 57,000. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാര്യം ഇവിടെ രണ്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ 57,000 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഇവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് സ്ലോലി ക്ലോസ് ആകാനിടയാവും. ഈ ഗ്യാപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഈ ഗ്യാപ്പ് വളരെ ചെറിയ പോയിന്റ്സേ ഉള്ളൂ കവർ ചെയ്യാൻ. പക്ഷേ ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് ഒക്കെ നടക്കുവാണെങ്കിൽ, വളരെ ചെറിയ പോയിന്റ്സ് ആണ്. കാര്യം ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻട്രാഡേയിലാണ്, ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ഒരു ചെറിയ പോയിന്റ്സും കൂടിയേ ഉള്ളൂ. ഞാൻ കറക്റ്റ് മെഷർ ചെയ്ത് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറയാം. ഞാൻ മെഷർ ചെയ്ത് ഏകദേശം 234 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഡെയിലി ചാർട്ട് എടുത്തേക്കുന്നതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് തോന്നുന്നത്. പക്ഷെ 234 പോയിന്റ്സ് നമുക്ക് കൺസിഡറബിളി കാണേണ്ട പോയിന്റ്സ് ആണ്. ഇൻട്രാഡേയില് ആണ് ഗ്യാപ്പ് ഉള്ളത്. അപ്പൊ മുകളിലോട്ട് മൂവ് ചെയ്താലും ഈസിലി ക്ലോസ് ആവുന്ന ഗ്യാപ്പാണ്. കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് ഇൻട്രാഡേ മൂവ്മെന്റ് എന്ന് പറയുന്നത് 150 to 300 പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഈസിലി ക്ലോസ് ആവും. അപ്പൊ അതും കൂടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഏകദേശം ഫോൾ ആയത് ഏകദേശം 11,471.85 പോയിന്റ്സ്, ഏകദേശം 19.02% ആണ് ഫോൾ ആയത്. അത് പിന്നെ ഒരു അപ്പ് മൂവ്മെന്റ് നൽകി ഏകദേശം പെർസെന്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 15.14% അപ്പ് മൂവ്മെന്റ് നൽകി. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് പിന്നെ താഴത്തോട്ട് മൂവ് ചെയ്തത് ഏകദേശം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഏകദേശം 5.92% താഴത്തോട്ട് മൂവ് ചെയ്തുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടായി. അപ്പോൾ ടോട്ടൽ റിക്കവറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 10.38% നേരത്തെ കാണിച്ച വാല്യൂ, അതായത് നേരത്തെ കാണിച്ച ഈ വാല്യൂ എത്രയാണ്? ഈ വാല്യൂ നമ്മൾ കാണിച്ച 19.50 ആണ്. അതിനകത്ത് 10.38% കവറപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന നല്ലൊരു മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ. ആ വലിയൊരു ഫോള് കഴിഞ്ഞുള്ള മൂവ്മെന്റ് നല്ലതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുക, കറക്റ്റ് ആയിട്ട് ക്യാൻഡിൽ കൺഫർമേഷൻസ് എടുത്തിട്ട് പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡേഴ്സ് ട്രേഡ് ചെയ്താൽ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇനിയിപ്പോ നമ്മുടെ ഇതിന്റെ കാര്യം പറയാനാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം പറയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് 1 അവറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഞാൻ. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു സെൽ ട്രെൻഡിൽ നിൽക്കുവാണ്. ഓക്കെ, പക്ഷെ ഈ സെൽ ട്രെൻഡ് ലൈൻ ഇപ്പൊ തൽക്കാലം, ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തൽക്കാലം ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു രാവിലെ വരെ, എന്നാലേ നമുക്ക് കറക്റ്റ് അപ്സൈഡ് മൂവ്മെന്റ് അറിയാൻ പറ്റുള്ളൂ. കാര്യം നല്ലൊരു പുള്ളപ്പിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ചെറിയ അപ്വേർഡ് മൂവ്മെന്റ് കാണുന്നത്. ഒരു സെൽ ട്രെൻഡ് ആയിരുന്നു, പിന്നെ ഇത് ഇപ്പോൾ ഒരു മൂവ്മെന്റ് അപ്പ് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ അനലൈസ് ചെയ്ത് ഇതുപോലെ തന്നെ പാറ്റേൺസ് അനലൈസ് ചെയ്തൊക്കെ കറക്റ്റ് ആയിട്ട് ബേസിക് സ്ട്രക്ചേർഡ് ലെവലിൽ ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ ഞാൻ ട്രേഡ് ചെയ്യണ പോലെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ കയ്യിൽ ബേസിക് മുതൽ അഡ്വാൻസ് വരെയുള്ള കോഴ്സ് ഉണ്ട്. കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫോൺ നമ്പർ വിളിക്കേണ്ടത് വാട്സാപ്പ് കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക 8870135772 ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള കോഴ്സ് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.